VHSS സ്കൂളിൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് രൂപീകരിച്ചു. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് ഒറ്റപ്പാലം സിഐയുടെ നേതൃത്വത്തിലാണ് ഗ്രൂപ്പ് പ്രവർത്തിക്കുക. സ്കൂൾ പ്രിൻസിപ്പൽ NK സനോജ് ചെയർമാനായും പ്രധാന അധ്യാപിക EP ഗീത വൈസ് ചെയർമാനായും ഒറ്റപ്പാലം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അജീഷ് കൺവീനറുമായ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൽ ഓട്ടോ തൊഴിലാളികളുടെയും സ്കൂളിനടുത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിലെയും അയൽപ്പക്ക വീടുകളിലെയും 2 വീതം പ്രതിനിധികളും അംഗങ്ങളും ഉണ്ടാകും. എക്സൈസ് സബ് ഇൻസ്പെക്ടർ, PTA പ്രസിഡന്റ്, മദർ PTA, വാർഡ് കൗൺസിലർ, ഹെൽത്ത് നഴ്സ്, സ്കൂൾ ലീഡർ, സ്കൂളിലെ 2 അധ്യാപക പ്രതിനിധികൾ, വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവർ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൽ അംഗങ്ങളായിരിക്കും. സ്കൂളും പരിസരവും ഇനി മുതൽ പോലീസ് എക്സൈസ് നിരീക്ഷണത്തിലായിരിക്കും. അപരിചിതരുടെ സാന്നിധ്യമോ അസമയത്തുള്ള വിദ്യാർത്ഥികളുടെ കറങ്ങി നടക്കലോ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെ അറിയിക്കണമെന്നാണ് നിർദ്ദേശം. സ്കൂളിന്റെ പരിസരത്തുള്ള കടകളിൽ ലഹരി വസ്തുക്കളുടെ വിൽപ്പന കർശനമായി പരിശോധിക്കും. ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്താത്തതും വിദ്യാർത്ഥികളെ കയറ്റാത്തതും ഗൗരവമായി എടുക്കും. ലൈസൻസ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചു വരുന്ന വിദ്യാർത്ഥികളുടെ ബൈക്ക് പിടിച്ചെടുക്കും. രക്ഷിതാക്കൾക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കും. സ്കൂൾ പരിസരങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കും. സ്കൂൾ തുടങ്ങുന്ന രാവിലെ സമയത്തും സ്കൂൾ സമയം കഴിഞ്ഞ് വൈകിട്ടുള്ള സമയത്തും മഫ്തിയിൽ പോലീസ് പട്രോളിംഗ് ഉണ്ടായിരിക്കും. പരാതി അറിയിക്കാൻ എക്സൈസിന്റെയും പോലീസിന്റെയും ഫോൺ നമ്പറും വാട്സ്ആപ്പ് നമ്പറും പൊതുജനങ്ങൾക്ക് നൽകും. കുട്ടികളുടെ പരാതി കേൾക്കാൻ സ്കൂളിൽ പരാതി പട്ടി സ്ഥാപിക്കും. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അബ്ദുൽ നാസർ SPGയുടെ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സബിത മണികണ്ഠൻ അധ്യക്ഷരായി. പോലീസ് സബ് ഇൻസ്പെക്ടർ വിനോദ് B നായർ, പ്രിൻസിപ്പൽ C രാജേഷ് കുമാർ, നേർവഴി പദ്ധതിയുടെ കോർഡിനേറ്റർ TP പ്രദീപ് കുമാർ, PTA വൈസ് പ്രസിഡന്റ് K ഷബീർ അലി എന്നിവർ സംസാരിച്ചു.